Hello friends, once again welcome to 2 minutes good morning. 2 minutes good morning last 3 months ആയിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു സംഭവമാണ്. Why? I just asked myself, why did I stop it? കുറച്ച് പേര് ഇത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇൻ വെക്കേഷൻ ടൈം. പക്ഷേ എനിക്ക് കുറച്ച് കുട്ടികളുടെ അമ്മമാരെ വിളിച്ചു മെസ്സേജ് ചെയ്തു, എന്നുവെച്ചാൽ ഇത് തുടരണമെന്ന് പറഞ്ഞിട്ട്. തുടരാൻ എനിക്കൊരു കാരണം വേണമായിരുന്നു. ഇത് മാത്രമല്ല, അവർ എന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അത് ബോധ്യമായില്ല. പക്ഷേ ഇത് ആ അമ്മമാർ വളരെയധികം ശ്രദ്ധിച്ച് ഒരു കാര്യമായിരുന്നു. അവർക്ക് അതിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത്രയും നാൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്തുകൊണ്ടാണത്? അമ്മമാർക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള താല്പര്യം കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അതും വെറുതെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളായിരുന്നു എന്നൊരു സംശയത്തിലാണ് ഞാനത് പിന്നെ തുടരാണ്ടിരുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. അതോടുകൂടി എൻ്റെ ഉള്ളിലെ സ്കില്ലും അത് പതിയെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ക്യാമറ ഫേസ് ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള സ്കില്ല്, പിന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്കില്ല്, അതൊക്കെ പതിയെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന ഒരു സമയം ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടുകൂടിയാണ് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതും ഒരു കാരണം. ഞാനിപ്പോൾ 2 കാരണങ്ങൾ പറഞ്ഞു, പക്ഷേ ഇതുകൊണ്ട് മാത്രം ആയില്ല. എനിക്കൊരു നല്ല കാരണം കൂടി വേണമായിരുന്നു ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ആലോചിച്ചിട്ട് കണ്ടെത്തിയ ഒരു കാരണമാണ് ഇത്. നമ്മളെല്ലാവരും ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ചെറുതായി പോയിട്ടുണ്ട്. പലരുടെയും മുന്നിൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ വെളുപ്പും കറുപ്പും, തടിയുള്ള ആളും തടി കുറഞ്ഞ ആളും എല്ലാവരും തന്നെ പല ജീവിതഘട്ടത്തിൽ ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ തിരിച്ച് അവരോട് ഇംഗ്ലീഷിൽ ഇടിയും പറഞ്ഞ് നമ്മുടെ ഡിഗ്നിറ്റിയെ സേഫ് ഗാർഡ് ചെയ്യാം, അതിനുള്ള ചില ഇഡിയംസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് എല്ലാ സുഹൃത്തുക്കൾക്കും, എല്ലാവരും ഏറെക്കുറെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നാണക്കെടാനും അവർഷബോധമുണ്ടാക്കാനും ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇടിയുമാണ് ഫെഡപ്പ്. ഫെഡപ്പ് എന്ന് വെച്ചാൽ ടോട്ടലി ഡിസ്സാറ്റിസ്ഫൈഡ്.
ഫെഡപ്പ്, മതി എന്ന് പറയും മലയാളത്തിൽ. അതൊരു എംപ്ലോയറിനോടാവാം, ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനോടാവാം, കുട്ടികൾ പാരൻസിനോടാവാം, സുഹൃത്തുക്കൾ തമ്മിലാവാം. അപ്പം അതിൻ്റെ യൂസേജ് ഞാനൊരു വാക്യം പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കാം. ഐ ആം ടോട്ടലി ഫെഡ് അപ്പ് വിത്ത് ദ വേ യു ട്രീറ്റ് മീ. ഞാൻ ഏറെ അധികം ആക്ഷേപണം സഹിച്ചു മതിയായി. ഐ ആം ടോട്ടലി ഫെഡ് അപ്പ് വിത്ത് ദ വേ യു ട്രീറ്റ് മീ. താങ്ക് യു. നമസ്കാരം.